ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. തിരുസുന്നത്ത് ജമാഅത്തിന്റെ ലോകജാലകം, സുന്നി ഗ്ലോബൽ വോയിസ് എന്നും മുസൽമാന്റെ നെഞ്ചകം. അറിവിൻ തരംഗമായി ദഅവത്തിനു പൂരണം, മമ മാനസങ്ങൾ നെഞ്ചിലേറ്റി ധർമ്മ പ്രവാഹം. ഹലോ, അസ്സലാമു അലൈക്കും. ഉസ്താദ്, പിന്നെ ഒരു ബിസിനസ്സിനായിട്ട് ഒരു പൈസ നമ്മൾ കൊടുത്തു. അപ്പൊ ഓനിങ്ങനെ മാസത്തിൽ ഇങ്ങനെ എന്തെങ്കിലും പിന്നെ ഒരു ബിസിനസിന്റെ ഇത്ര പ്രോഫിറ്റ് തരാന്ന് പറഞ്ഞു. പക്ഷെ പിന്നെ പ്രോഫിറ്റ് തന്നില്ല. പിന്നെ ഇത് പിന്നെ പൈസയും തിരിച്ചു തന്നില്ല. അപ്പൊ ഓനോട് ഇങ്ങനെ ഇങ്ങനെ പറഞ്ഞ് വായിക്കാതിരുന്നു കഴിഞ്ഞാൽ ഈ കൂലി കിട്ടോ? അല്ല ഓന് അത് പിന്നെ പറഞ്ഞ് വാങ്ങിച്ചതിനെ കൊണ്ട് കുറ്റുണ്ടോ? അത് ചോദിക്കാൻ വേണ്ടിട്ടാണ്. ഓക്കെ. കച്ചവടത്തിൽ ഷെയർ കൂടണമെങ്കിൽ അതിന് കൃത്യമായ ചില വ്യവസ്ഥകളുണ്ട്. അത് പാലിച്ചെങ്കിലേ കച്ചവടത്തിൽ ഷെയർ കൂടൽ പറ്റുകയുള്ളൂ. ഒന്ന്, ഒരു ബിസിനസ്സിൽ നമ്മൾ ഷെയർ കൂടുകയാണെങ്കിൽ ആ ബിസിനസ്സിലെ നമ്മുടെ ഷെയർ വിഹിതം എത്രയാണ് എന്ന് നമുക്ക് അറിയണം. ഉദാഹരണം, 1 കോടി ദിർഹംസ് മുടക്കിയിട്ട് ഒരു ബിസിനസ് ചെയ്യുന്നതിലേക്ക് നമ്മൾ 1,00,000 ദിർഹം മുടക്കുന്നു എന്നിരിക്കട്ടെ. എങ്കിൽ നമുക്കറിയണം ഈ കച്ചവടത്തിന്റെ ആകെ മുടക്ക് മുതൽ 1 കോടി ദിർഹംസ് ആണ്. അതിലേക്ക് 1,00,000 എന്റെ മുടക്ക്, അഥവാ 1% ആണ് എന്റെ മുടക്ക്. എന്നിട്ട് ഈ ബിസിനസ് നടക്കുമ്പോൾ ആകെ ലാഭത്തിന്റെ 1% ഇയാൾക്ക് അവകാശപ്പെട്ടിരിക്കും. അതിൽ കൂട്ടാനും പാടില്ല, കുറക്കാനും പാടില്ല. നഷ്ടാണെങ്കിലും അങ്ങനെ തന്നെ ആകെ നഷ്ടത്തിന്റെ 1% ഇയാൾ ബാധ്യസ്ഥനാണ്. ഇനി എപ്പോഴാണോ ഇവന്റെ ഷെയർ പിരിയുന്നത് എങ്കിൽ നേരത്തെ മുടക്കിയ 1,00,000 തിരിച്ചു വാങ്ങുക എന്ന വ്യവസ്ഥയാണെങ്കിൽ അത് കച്ചവടം സഹിഹല്ല. മറിച്ച് അന്ന് ഈ ബിസിനസ് സ്ഥാപനത്തിന്റെ മൂല്യം കണക്കാക്കുകയും ഇപ്പോഴത്തെ മൂല്യപ്രകാരം 1.5 കോടി അഥവാ 150 ലക്ഷത്തിന്റെ വില മതിക്കും ഇന്ന് കച്ചവടത്തിനെങ്കിൽ ഇപ്പോൾ അവൻ 1.5 ലക്ഷം ദിർഹംസിന്റെ അവകാശിയാണ്. അത് തിരിച്ചു കൊടുക്കണം. കച്ചവടം കുറച്ച് ക്ഷീണത്തിലാണ്, ഡൗണാണ് എങ്കിൽ ആ കച്ചവടത്തിലെ വില കെട്ടി നോക്കുമ്പോൾ 75 ലക്ഷത്തിന് ഇപ്പോൾ വരൂ. തുടങ്ങാൻ 1 കോടി കൊണ്ട് തുടങ്ങിയെങ്കിലും 75 ലക്ഷത്തിന്റെ ഇന്നതിന് മൂല്യമുള്ളൂ എങ്കിൽ തിരിച്ചു വാങ്ങുമ്പോൾ 1,00,000 കിട്ടുന്നതല്ല, 75 കിട്ടൂ. അപ്പം മുടക്ക് മുതലിന്റെ മൂല്യം കൊടുക്കുമ്പോഴും തിരിച്ചു വാങ്ങുമ്പോഴും ലാഭനഷ്ടങ്ങൾ വീതിക്കുമ്പോഴും കൃത്യമായ ഇവന്റെ വിഹിതത്തിന്റെ അനുപാതമനുസരിച്ചെങ്കിലേ കച്ചവടത്തിൽ ഷെയർ സഹിഹാകൂ. ഇന്ന് പലരും ചെയ്യുന്നത് അതല്ല. ഒരു സംഖ്യ കൊടുക്കും, മാസത്തിൽ ഇത്ര ലാഭം എന്ന് അറിയും. അത് അങ്ങനെ കൊടുക്കും. ചിലർ കൃത്യമായിട്ട് ലാഭം കൊടുക്കും, ചിലര് സുമാർ കൊടുക്കും. കൊടുത്തു കഴിഞ്ഞ് നിങ്ങൾക്ക് എപ്പം വേണമെങ്കിലും പിരിയാണെങ്കിൽ 1 മാസം മുമ്പ് പറഞ്ഞാൽ നിങ്ങൾ മുടക്കിയ കാശ് തിരിച്ചു തരും. അപ്പൊ 2 കാര്യവും അറിയണില്ല. ആകെ മുടക്കിയതിന്റെ എത്ര ശതമാനമാണ് എന്റെ മുടക്കുമുതലുണ്ടായിരുന്നത് അതവനറിയില്ല. തിരിച്ചു വാങ്ങുന്ന സമയത്ത് ഈ കച്ചവടത്തിന്റെ മൂല്യം കൂട്ടിയിട്ട് താൻ കൊടുത്ത സംഖ്യയുടെ മൂല്യം ഇപ്പൊ എത്രയായിരുന്നു അതും അറിയില്ല. ഇവൻ 50,000 കൊടുത്തു, അതിന് മാസത്തിൽ 2,500 കിട്ടിക്കൊണ്ടിരുന്നു. 1 കൊല്ലം അല്ലെങ്കിൽ 2 കൊല്ലം കഴിഞ്ഞു, ഇവൻ തിരിഞ്ഞു പോവുകയാണെന്ന് പറഞ്ഞപ്പോ അവന്റെ 50,000 കൊടുത്തു. ഇന്ന് അതുവരെ വാങ്ങി തിന്നത് മുഴുവൻ പച്ച പലിശ. പലരും ചെയ്യുന്ന ഒരു ഏർപ്പാടാണത്. ഇത് കച്ചവടത്തെ ഷെയർ നിങ്ങൾ പച്ച മലയാളത്തിൽ പറഞ്ഞു എന്നല്ലാതെ അള്ളാനെ പറ്റിക്കാൻ നോക്കണ്ട. ഇത് അള്ളാനെ പറ്റിക്കലാണ്. കച്ചവടത്തിൽ ഷെയർ ആണെങ്കിൽ നിങ്ങളുടെ ഷെയറിന്റെ വീതം എത്രയെന്ന് നിങ്ങൾക്കറിയോ, അവനറിയോ, രണ്ടാൾക്കും അറിയില്ല. തിരിച്ചു തരുന്ന സമയത്ത് ഇപ്പോൾ മൂല്യം എത്രയെന്ന് നിങ്ങൾക്ക് അറിയോ? ഇല്ല. ഇനി തന്നെയല്ല, കച്ചവടം നഷ്ടമാണെങ്കിൽ നിങ്ങൾ കുറച്ച് തന്നാൽ നിങ്ങൾ സ്വീകരിക്കുവോ? ഇല്ല. വില കൂടിയാണെങ്കിൽ ഓൻ തരുവോ? അതുമില്ല. അപ്പൊ യഥാർത്ഥത്തിൽ നിങ്ങൾ കടം കൊടുത്തിട്ട് ഈ കടത്തിന്റെ ലാഭം വാങ്ങി തിന്നതാണ്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, കുല്ലു ഖർദിൻ ജറ മൻഫഅതൻ വഹുവ റിബ. ഒരാൾ മുടക്ക് കടം കൊടുത്തു, അതിൽ നിന്നിട്ട് കിട്ടുന്ന വരുമാനം തിന്നത് മുഴുവൻ പച്ച പലിശയാണ്. മനസ്സിലായോ? ഓക്കെ. അല്ല, അത് കട വാങ്ങിച്ചതാണ്. അപ്പൊ 16,000 ദിർഹംസ് ഞാൻ അതിൽ കൊടുത്ത്, അപ്പൊ വേറൊരാള് അങ്ങനെ 4 ആൾ കൂടിയിട്ട് എടുത്തതാണ്.
അപ്പോൾ അതിൽ 16,000 ദിർഹംസ് എന്റേത് ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു 16,000 ദിർഹംസിന്റെ ഇത് വെച്ചിട്ട് അവർ 2 മാസത്തേക്ക് തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് കട നഷ്ടമെന്ന് പറഞ്ഞിട്ട് പിന്നെ ഞാൻ വാങ്ങിച്ചില്ല. പിന്നെ അവൻ പറഞ്ഞു കട നഷ്ടമെന്ന്, ഞാൻ വിൽക്കുന്ന കട വിറ്റിട്ട് പോയെന്ന് പറഞ്ഞു. അപ്പൊ ആ കട വിറ്റിട്ട് പോകുമ്പോൾ എന്നോട് കട വിൽക്കുന്ന കാര്യം എന്നോട് പറഞ്ഞില്ല. ഞാൻ വേറെ സ്ഥലത്താണ്, ഓന് വേറെ സ്ഥലത്താണ്. അപ്പോൾ അങ്ങനെ ആദ്യം കട കാണാനൊക്കെ ഞാൻ പോയിട്ടുണ്ടായിരുന്നു. പിന്നെ അവന് ഈ കട വിറ്റിട്ട് പിന്നെ ഒറ്റ നാട്ടിലേക്ക് പോവുകയും ചെയ്തു. അപ്പൊ അതിന്റെ ആ ലെവലിൽ അവനോട് ആ പൈസ പിടിച്ചിട്ട് വാങ്ങിക്കാൻ പറ്റോ, അല്ല അവന് കടയെങ്കിൽ ആ നഷ്ടം എത്രയെന്ന് പറഞ്ഞാൽ അതിന് വാങ്ങിക്കാൻ പറ്റോ? അന്ന് കട നല്ല പൈസക്ക് വിറ്റുന്ന അവന്റെ കൂട്ടുകാരൊക്കെ പറയുന്നു. അതും കൂടി അറിയണം. അത് അറിഞ്ഞിട്ടേ പറയാൻ പറ്റും. ഓക്കെ, അസ്സലാമു അലൈക്കും. ഇസ്ലാം ശരീഅത്തനുസരിച്ച് അത് അയാൾ ചെയ്തത് 100% തെറ്റാണ്. അതായത് നിങ്ങൾ 4 ആള് കൂടി കാശ് മുടക്കിയിട്ട് കച്ചവടം തുടങ്ങിയാല് സംഗതി അയാളെ കച്ചവടം ചെയ്യാൻ നിങ്ങൾ സമ്മതിച്ചേൽപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അതിന്റെ വ്യാപാരം നടത്താൻ അയാൾക്ക് അവകാശമുണ്ട്. അതോടുകൂടി അത് നട്ടാട്ടെ ലാഭാവട്ടെ, ഈ കച്ചവട സ്ഥാപനം മറച്ചു വെക്കണമെങ്കിൽ നിങ്ങൾ ഷെയറുകാരായ 4 ആളും അറിഞ്ഞിരിക്കൽ നിർബന്ധ. എന്നിട്ട് 4 ആളുടെയും സമ്മതപ്രകാരം മാത്രമേ അയാൾക്ക് മറ്റേ ദിവസം സാധനം വാങ്ങിക്കൊണ്ടുവരിക, അത് വിൽക്കുക, അതിന് മാത്രമേ അനുവാദമുള്ളൂ. ഈ സ്ഥാപനം വിറ്റ് കളയണമെങ്കിൽ നിങ്ങൾ ഷെയർ ഹോൾഡേഴ്സ് ആവുന്ന 4 ആളാണെങ്കിൽ 4 ആളുടെയും സമ്മതത്തോടു കൂടിയേ പുറത്തേക്ക് വിൽക്കാൻ പാടുള്ളൂ. വിറ്റിട്ട് കിട്ടിയ കാശ് എത്രയാണെങ്കിലും അതിൽ ഈ മുടക്കിന്റെ അനുപാതം അനുസരിച്ച് ഈ കാശ് വീതം വെക്കൽ അയാളുടെ മേൽ ഫറലായ കടമയാണ്. അയാളത് ചെയ്തിട്ടില്ലെങ്കിൽ അള്ളാഹുവിന്റെ അടുക്കൽ അയാൾ കുറ്റക്കാരനാണ്. നിങ്ങൾക്ക് കിട്ടാള് അയാളിൽ നിന്നിട്ട് ഹക്കാണ്. ആ ഹക്ക് നിങ്ങൾ പൊരുത്തപ്പെട്ടു കൊടുത്താൽ നിങ്ങൾക്ക് അള്ളാഹിന്റെ അടുക്കൽ കൂലിയിട്ടു. ഇനി പൊരുത്തപ്പെട്ടു കൊടുക്കണില്ല, അവനോട് നല്ല നിലക്ക് പറഞ്ഞു എന്നോട് ആവുമ്പോ തന്നാളാന്ന് പറഞ്ഞ് അങ്ങനെ നമ്മൾ നീട്ടിക്കൊടുക്കുകയാണെങ്കിൽ പറഞ്ഞേക്ക് കടം നീട്ടിക്കൊടുത്താൽ കൂലിയിട്ടു. പക്ഷെ അയാൾ ചെയ്തതൊക്കെ തെറ്റാ. ഈ വിൽപ്പന സഹിയല്ല നിയമപ്രകാരം. കാരണം നിങ്ങളെ 4 ആളെ മുതലാണ്. 4 ആളെ മുതൽ ഒരാളെങ്ങനെ പുറത്തേക്ക് വിൽക്കണ്? അപ്പൊ അതന്നെ തെറ്റാണ് അയാൾ ചെയ്ത്. നിങ്ങൾക്ക് പക്ഷേ രണ്ടും പറ്റും. ഓൻ അങ്ങനെയാണ്, ഞാൻ പൊരുത്തപ്പെട്ടു കൊടുക്കുകയാണെന്ന് പറഞ്ഞാൽ നിങ്ങളെ ഒരു പ്രായപൂർത്തിയും ബുദ്ധിയുള്ള ഒരു മുക്കല്ലഫായ മനുഷ്യനാണ്. നിങ്ങളെ മുതൽ നിങ്ങൾക്ക് എന്തും ചെയ്യാം. അപ്പൊ പൊരുത്തപ്പെട്ടു കൊടുത്താൽ നിങ്ങൾക്ക് വെറുതെ ആവില്ല. പൊരുത്തപ്പെട്ടു കൊടുത്താൽ നിങ്ങൾക്ക് സദഖന്റെ കൂലി കിട്ടും. പൊരുത്തപ്പെട്ട് കൊടുക്കണില്ല, ഓൻ തുന്യാവുന്നിട്ട് തന്നിട്ടില്ല ആട്ടിക്കോളി. എന്നാൽ നാളെ ആഖിറത്തിൽ തീർച്ചയായും നിങ്ങളെ ഹക്ക് കിട്ടും. എന്തായാലും ഒരു മനുഷ്യന്റെ ഹക്ക് അല്ലാഹു തആല നഷ്ടപ്പെടുത്തൂല. മരിക്കുന്നതിന് മുമ്പ് ദുന്യാവുന്ന അയാൾ തിന്ന്, എന്നാൽ അയാൾ രക്ഷപ്പെട്ടു. ഇല്ലെങ്കിൽ നിങ്ങൾ പൊരുത്തപ്പെട്ടു എന്നാലും അയാൾ രക്ഷപ്പെട്ടു, നിങ്ങൾക്ക് കൂലിട്ടു. ഇനി കിട്ടിയിലാക്കുക നിങ്ങൾ പൊരുത്തപ്പെട്ടൊരാക്കുക, എന്നാലും നിങ്ങളെ മുതൽ പോലെ നാളെ ആഖിറത്ത് കിട്ടും. അതിൽ കൂട്ടത്തിൽ നല്ലത് കിട്ടുമെങ്കിൽ അല്പം ആശ്വാസം ചെയ്തു കൊടുത്ത്, നല്ല നിലക്ക് പറഞ്ഞിട്ട് ആശ്വാസം ചെയ്തു കൊടുത്തിട്ട് നമ്മളെ കാശ് വിറ്റ സമയത്ത് നമ്മളെ വിഹിതം എത്ര വരുമോ അത് തരണം എന്ന് പറയാ. അത് കിട്ടുമ്പോ അയാളെ കടമ വേടി എത്ര നമ്മൾ നീട്ടിക്കൊടുക്കുന്നോ അത്ര സമയം നമുക്ക് സദഖന്റെ കൂലി കിട്ടും. ഇനി ഒന്നിച്ച് പൊരുത്തപ്പെട്ടു കൊടുത്താലോ മുഴുവൻ സദഖന്റെ കൂലി കിട്ടും. ഓക്കെ, ഏതായാലും കിട്ടാതെ നിങ്ങളെ ഹക്കാണ്, അയാൾ ചെയ്തത് തെറ്റുമാണ്. ഓക്കെ.